ഹായ് ഹലോ. മോഹൻലാൽ സത്യനന്ദിക്കാട് കോംബോയിൽ വന്നിട്ടുള്ള ഹൃദയപൂർവ്വത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. സത്യനന്ദിക്കാടിൻ്റെ മക്കളായിട്ടുള്ള അഖിൽ സത്യനും അനൂപ് സത്യനൊക്കെ സിനിമയുടെ ഭാഗമാണ്. അഖിൽ സത്യൻ്റേതാണ് കഥ. തിരക്കഥ എഴുതിയിരിക്കുന്നത് സോനു ടി പി, പുതിയ ആളാണ്. നൈറ്റ് കോൾ എന്ന് പറഞ്ഞിട്ടൊരു ഷോർട്ട് ഫിലിം ഉണ്ട് യൂട്യൂബിൽ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോനു ടി പിയുടെ ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. അനുമൂത്തേടത്താണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകർ മ്യൂസിക് ചെയ്തിരിക്കുന്നു. ജസ്റ്റിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് കെ രാജഗോപാൽ. ഫസ്റ്റ് പറയേണ്ടത് ജസ്റ്റിൻ പ്രഭാകർ. മ്യൂസിക് ഒരു രക്ഷയില്ല. ഇതിൽ ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനം മ്യൂസിക്കാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ. സിനിമയുടെ ഒരു മൂഡുണ്ട്. ആ മൂഡ് ത്രൂ ഔട്ട്, സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെ ത്രൂ ഔട്ട് പിടിക്കാനായിട്ട് ജസ്റ്റിൻ പ്രഭാകറിൻ്റെ മ്യൂസിക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, കിടിലം വർക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മ്യൂസിക്. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ, ഒരു സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഒരു ഫീൽ ഗുഡ് പരിപാടി. ആ ഫീൽ ഗുഡ് പരിപാടി ഇതിനകത്തുണ്ട്. ഒപ്പം തന്നെ അഖിൽ സത്യനും അനൂപ് സത്യനും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു 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 പുതിയ കാലത്തൊരു ഫ്രഷ്നെസ്സും കൂടി കിട്ടുന്ന, ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള കുറേ മുഹൂർത്തങ്ങളുള്ള, എന്നാൽ സിനിമ കഴിയുമ്പോൾ നമുക്ക് പുഞ്ചിരിച്ചു കൊണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ് ഹൃദയപൂർവ്വം. സത്യനന്ദിക്കാടിൻ്റെ സിനിമകൾ നമുക്കറിയാലോ, ഒരു ഫീൽ ഗുഡ് പരിപാടികൾ. അപ്പോൾ ഞാൻ സിനിമ കാണാൻ പോകുമ്പോൾ എനിക്കുള്ളൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, സത്യനന്ദിക്കാട് സിനിമകളിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കേണ്ടത് അത് പ്രതീക്ഷിച്ചാൽ മതി. അതിൻ്റെ ഒപ്പം തന്നെ ഈ അഖിൽ സത്യനും അനൂപ് സത്യനും പോലെയുള്ള യുവാക്കൾ ഇതിൻ്റെ ഭാഗം കൂടി ആകുമ്പോൾ പുതിയ തരം എന്തെങ്കിലും ഒരു ഫ്രഷ്നെസ് അതിൻ്റെ കൂടെ, ആ ഫീൽ ഗുഡ് സിനിമകളുടെ കൂടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ, ആ പ്രതീക്ഷ തെറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഫസ്റ്റ് ഹാഫിലൊക്കെ കിട്ടുക്കാച്ചി കോമഡികളുണ്ട്. അതിന് കോമഡി എന്ന് പറയുമ്പോൾ സാധാരണ സന്ദർഭത്തിനോടനുബന്ധിച്ചിട്ടുള്ള കോമഡികളും, എന്നാൽ കുറച്ച് പുഷ് ചെയ്ത് വെച്ചിട്ടുള്ള കോമഡികളുണ്ട്. എന്നാൽ പുഷ് ചെയ്തിട്ടുള്ള കോമഡികൾ നമുക്ക് അയ്യേ എന്ന് പറയേണ്ട ഒരു സാധനമില്ല. അതും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് സാധനങ്ങളുണ്ട്. ഈ സിനിമയുടെ ഒരു മൂഡ് എന്ന് പറയുന്നത്, പെട്ടെന്നൊന്ന് കയറി പിന്നൊന്ന് ഇറങ്ങി, പിന്നൊന്ന് കയറി പിന്നൊന്ന് ഇറങ്ങി, ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരേ പരിപാടി ഇങ്ങനെ ഇങ്ങനെ കയറി 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 ഒരു വേവ് പോലെ ഇങ്ങനെ പോയിക്കൊണ്ട്. അപ്പോൾ ഈ വേവ് പോകുന്ന സമയത്ത് ജസ്റ്റിൻ പ്രഭാകർ കൊടുക്കുന്ന മ്യൂസിക് സിനിമേനെ ഒരു രീതിയിലും, ഈ കയറി ഇറങ്ങി പോകുമ്പോൾ അതേ രീതിയിൽ തന്നെ മ്യൂസിക് പോകണം, കിഡിലനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരിടത്ത് സ്പോയിലറില്ല, നമ്മൾ മോഹൻലാൽ സിനിമയാവുമ്പോൾ ഒരു രണ്ടടി കാണണം എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഫൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഒരു ചെറിയ വളരെ മിനിമലായിട്ടുള്ള ഒരു ചെറിയൊരു ഫൈറ്റ് ഉണ്ട്. ആ ഫൈറ്റിൽ ജസ്റ്റിൻ പ്രഭാകർ കൊടുത്ത, അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും പോസിറ്റീവായിട്ട് ജസ്റ്റിൻ പ്രഭാകറിനെ പറയുന്നത്. ജസ്റ്റിൻ പ്രഭാകർ കൊടുത്തിട്ടുള്ള ഒരു മ്യൂസിക് എന്ന് പറയുന്നത്, ഈ സിനിമയുടെ ടോട്ടൽ മൂഡുണ്ടല്ലോ, ആ ടോട്ടൽ മൂഡിൽ മോഹൻലാൽ ഒരു ഫൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മാസ് ഒരു ബീജിയം കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ ഭയങ്കരമായിട്ട് എന്താ മുഴച്ചു നിൽക്കും. കാരണം ഇങ്ങനെ ഒരു ഫീൽ ഗുഡ് ഒരു അങ്ങനത്തെ ഒരു സിനിമയിൽ ഒരു ഫൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഇങ്ങനെ, അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ ഫൈറ്റ് കാണാൻ ആരാധകർക്ക് വേണ്ടിയിട്ട് കുത്തിത്തിരികിയതായിട്ടുള്ളൊരു ഫീല് അവിടെ വരും, അങ്ങനെ ഒരു മാസ് ബീജിയം കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഇവിടെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്കോർ ചെയ്തിരിക്കുന്നു. കിട്ടില്ല, അത് നമുക്ക് ട്രെയിലറിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു സ്കോർ. ആ സ്കോർ വെച്ചിട്ടുള്ള കുറച്ച് പരിപാടി 2 ബീജിയമായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. കിട്ടില്ല വർക്ക്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റും കഥയും, അതുപോലെ തന്നെ സോനു ടി പി ഗംഭീര സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അതുപോലെ തന്നെ അഖിൽസത്തിൻ്റെ കഥയും ഡയറക്ഷൻ സത്യനന്ദിക്കാട് പിന്നെ പറയാമല്ലോ, അയാൾ ഈ പറയുന്ന നമ്മളെ മനസ്സിനെ ഒന്ന് പിടിച്ചിങ്ങനെ കോന്തി വലിക്കാൻ പറ്റുന്ന കുറേ പരിപാടികൾ സത്യനന്ദിക്കാട് ചെയ്തു നോക്കും. പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടൻ നമ്മൾ പണ്ട് പറയാറില്ലേ, ഈ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പറയാറുണ്ട്, ഡയറക്ടറിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് ഈ എന്താണ് ക്ലോസപ്പ് വെക്കുക, നടനിൽ ക്ലോസപ്പ് വെക്കാനുള്ള ഒരു കോൺഫിഡൻസ് അത് ലാലേട്ടനാണ്. അത് പല സ്ഥലത്തും ക്ലോസപ്പ് ഷോട്ടുകൾ വെച്ചിട്ടുണ്ട്. അത് ഒരു നാണം, അല്ലെങ്കിൽ ഒരു ചളിപ്പ്, അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു കുറേ സാധനങ്ങളുണ്ടല്ലോ. നമ്മൾ കുറേ നാളുകളായിട്ട് പണ്ടത്തെ കുറേ ലാലേട്ടൻ്റെ കുറേ സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ ഇതിനകത്ത് കാണാൻ പറ്റും. അത് ക്ലോസപ്പ് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ മാളവിക ഗംഭീരമായിട്ട് ചെയ്തത്. എനിക്ക് തുടക്കത്തിൽ മാളവികയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ ഇതെന്താണെന്നുള്ളൊരു സംഭവം തോന്നിയിരുന്നു. പക്ഷേ കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോൾ എന്താണ് ആ ക്യാരക്ടർ റിവീൽ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ആ ക്യാരക്ടർ തുടക്കത്തിൽ അങ്ങനെ തോന്നിയെന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ സംഗീതം, നമ്മുടെ ചിന്താവിഷയ ശ്യാമളയില ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഇത്രയും ബ്യൂട്ടി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രായത്തിൽ ആ പഴയ ഒരു ഫ്രഷ്നെസ് അവരുടെ മുഖത്തും എല്ലാത്തിലും ഒക്കെ ഉണ്ട്. പിന്നെ സിദ്ദിഖ് ത്രൂ ഔട്ടൊരു കോമഡി റോളാണ്. നന്നായിട്ട് ആ ചെയ്തേക്കുന്ന ക്യാരക്ടർ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സംഗീത പ്രതാപ്, ഈ ലാലേട്ടൻ സംഗീത പ്രതാപ് കോമ്പോ കലക്കുമെന്ന് നമുക്കറിയാം ഓൾറെഡി. കാരണം എന്താ വെച്ചാൽ മോഹൻലാൽ പുതിയ കാലം അല്ലെങ്കിൽ പഴയ കാലത്തെ ആക്ടേഴ്സ് എന്നൊന്നുമില്ല. ലാലേട്ടൻ കൊടുക്കുന്ന കോമ്പോ എന്ന് പറയുന്നത് അത് ആരുമായിട്ടും അത് കിടിലൻ കോമ്പോ ആയിട്ട് വരും.
അത് പുതിയ കാലത്തെ സന്ദീപ് പ്രതാപിനെ പോലുള്ള ആക്ടേഴ്സ് കൂടി ആകുമ്പോൾ അവരെ കൂടി ഗംഭീരമായിട്ട് ഇഴുകി ചേർന്ന് അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള മടുപ്പുണ്ടാക്കാത്ത രീതിയിലുള്ള കോമഡികളായിക്കോട്ടെ അല്ലെങ്കിൽ ഇമോഷണൽ സീനുകളായിക്കോട്ടെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ലാലേട്ടൻ മാളവിക കോമ്പോയിൽ വരുന്ന സാധനങ്ങളും എല്ലാം എല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറ എടുത്ത് പറയുമ്പോൾ അനുമൂത്തിടത്തിൻ്റെ ക്യാമറയിൽ നമ്മൾ ഇതിനു മുമ്പ് കാണാത്ത സത്യനന്ദിക്കാട് സിനിമകളിലേക്കാൾ ഒക്കെ ഒരുപാട് കുറേ കൂടി ഫാർ ബെറ്റർ എന്ന് വെച്ചാൽ പുതിയ കാല സിനിമയെ കൂടി ഡിസർവ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനത്തെ കുറച്ച് പരിപാടികളും കൂടി അതൊക്കെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിമുകളാണ്. പുനെയിലാണ് കുറേ ഭാഗം നടക്കുന്നത് കഥ. നാട്ടിലുണ്ട്, പുനെയിലുണ്ട്. തുടക്കം നാട്ടിൽ, പിന്നെ പുനെയിൽ. അപ്പോൾ അവിടെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഫ്രെയിം, കളർ പാലറ്റ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള. സാധാരണ സത്യനന്ദിക്കാട് സിനിമകളിൽ ഒരു ദാരിദ്ര്യ ഫീലൊക്കെ വരുമെങ്കിലും ഫ്രെയിമുകളൊക്കെ കളർ ഷെയ്ഡൊക്കെ വേറെ ഒരേപോലെയുള്ള പാറ്റേൺ പിടിക്കാറുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള റിച്ച്നെസ് ഫീൽ ചെയ്യുന്നു. അത് ടോട്ടൽ സിനിമയിൽ പുതിയ ആളുകൾ വർക്ക് ചെയ്തതിൻ്റെ എല്ലാവിധ ക്വാളിറ്റിയും, ഞാൻ സത്യനന്ദിക്കാടിനെ മിസ്ലീഡ് ചെയ്യരുത് ഒരിക്കലും, സത്യനന്ദിക്കാട് പഴയ ആളാണെന്നുള്ള രീതിയിൽ മാറ്റി നിർത്തുകയല്ല. നമുക്ക് കുറച്ചും കൂടി പുതിയ കാലത്തെ സിനിമയിൽ എന്താ പറയുക കിട്ടേണ്ടതായിട്ടുള്ള കുറേ സാധനങ്ങൾ പുതിയ ആളുകൾ കൂടി വരുമ്പോൾ, ഈ സത്യനന്ദിക്കാടും പുതിയ ആളുകളും കൂടി വരുമ്പോഴുള്ള ഒരു 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 പുതിയൊരു പരിപാടി ഫ്രഷ് നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ സത്യനന്ദിക്കാടിൻ്റെ സിനിമകളിൽ നിന്നുള്ള ഫീലും കിട്ടുന്നുണ്ട്. അങ്ങനെ ടോട്ടലി നല്ല പുഞ്ചിരിച്ചുകൊണ്ട് നമുക്ക് സിനിമ കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു പുഞ്ചിരി നമ്മുടെ ഉള്ളിലും നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവും. ആ ഒരു സാധനം അത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. ക്ലൈമാക്സ് ഞാൻ ഇത് സ്പോയിലർ ആക്കുന്നില്ല, അതൊരു പോസിറ്റീവ് ആണ്. എന്നാൽ നെഗറ്റീവായി പോകാവുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ട്. ക്ലൈമാക്സ് സ്പോയിലർ പറയുന്നില്ല. ക്ലൈമാക്സിൽ ശരിക്കും ഞാൻ മനസ്സിൽ എന്താണോ പ്രഡിക്റ്റ് ചെയ്തത് ആ ഒരു സാധനം ക്ലൈമാക്സിൽ ഉണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കും, ഒരു പ്രധാന ത്രെഡ് ഇങ്ങനെ തന്നെ ആയിരിക്കും അവസാനിക്കാൻ പോകുന്നത്. അത് കൂടാതെ ഒരു ക്ലൈമാക്സോട് വരുമ്പോൾ ഒരാൾ വരുന്നുണ്ട്. അപ്പം അത് അവിടെ ശരിക്കും പറഞ്ഞാൽ അത് മുളച്ച് നിൽക്കേണ്ട ഒരു സാധനമാണ്. ഒരു യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണ്. ഭയങ്കരമായിട്ട് മുളച്ച് നിൽക്കേണ്ടടുത്ത് അത് നമുക്ക് ഒരു പുഞ്ചിരിയോടെ കണ്ടു പോകാവുന്ന രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹാറ്റ്സ് ഓഫ് പരിപാടി. ഒരു പക്ഷേ ഡയലോഗൊക്കെ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അയ്യോ ഇത്രയും കൊണ്ടുവന്നിട്ട് കലോടച്ചതായി എന്ന് തോന്നാം. പക്ഷേ ഗംഭീരമായിട്ട് അത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന കുറേ. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല കോമഡി ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇമോഷണൽ പരിപാടി. ഹൃദയം മാറ്റിവെച്ച ഒരാളാണ് ലാലേട്ടൻ. അപ്പോൾ ഹൃദയം മാറ്റിവെച്ച ഒരാളും അയാളുടെ ലൈഫിൽ വരുന്ന ഹൃദയം മാറ്റിവെക്കപ്പെട്ട ആളും ആരുടെ ഹൃദയമാണോ സ്വീകരിക്കുന്നത് അവരുടെ കുടുംബമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്നാണ് ഇങ്ങനെ കഥ പോകുന്നത്. ഭയങ്കര രസമായിട്ട് പോകുന്ന ഒരു പരിപാടി. എന്നാൽ നമുക്ക് ബോറടിപ്പിക്കാത്ത, കുറേ ചിന്തിക്കാവുന്ന കുറേ ഇമോഷൻ. പിന്നെ എനിക്ക് ഈ പാച്ചുവും അത്ഭുതവിളക്കും സിനിമയിലെ കുറച്ചൊരു സാധനം ഷെയ്ഡ് അടിച്ചു. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുന്ന, ഒരാണും പെണ്ണും സംസാരിക്കുന്ന അത് ഇമോഷണൽ സീൻ, അത് എനിക്ക് ഈ പറയുന്ന ഫഫയും ആ സിനിമയിലെ നായികയും സംസാരിക്കുന്ന പോലെയുള്ളൊരു ചെറിയൊരു ഷെയ്ഡ് അടിച്ചു. അതെനിക്ക് നെഗറ്റീവായിട്ട് തോന്നി. അപ്പോൾ കൂടുതൽ പറയാൻ സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് ചുരുക്കുന്നു. നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കണ്ട് എൻ്റെ അഭിപ്രായമായിട്ട് ശരിയാണോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ബൈ.